നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓ, പോയി സമാധാനമായിട്ട് ഇരിക്കാനോ ഉറങ്ങാനോ ഒന്നും ഞാൻ പറയില്ല. അതിന് നിനക്ക് കഴിയില്ലല്ലോ. എനിക്ക് അയാളെ കാണുന്നില്ല. വേഗം വാ, വേഗം വാ, വാ നോക്ക്. അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ? അങ്ങോട്ട് നോക്കാം. ിരുന്നിട്ടും സാറ് നല്ല രീതിയിൽ വിയർക്കുന്നുണ്ടല്ലോ. ഒരുത്തൻ മോർച്ചറിയിലെ 6 അടി നീളത്തിൽ ഒരു ടേബിൾ എനിക്ക് വേണ്ടി പണിഞ്ഞു വെച്ചിരിക്കുമ്പോ വിയർക്കാതെ പിന്നെ കുളിരി കോരിയിരിക്കണോ ഞാൻ? അത് വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിലും സാറേ. അല്ല സതീശ, ആ വാക്കുകൾക്ക് ഒരുപാട് മൂർച്ചയുണ്ട്. എന്റെ ജീവൻ അപകടത്തിലാണ് സതീശ, അതെനിക്ക് ഉറപ്പുണ്ട്. സാറിന് ദിയെ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ? ആ, ഫോൺ സ്വിച്ച് ഓഫ് ആണ് സതീശ. ഇനി അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ? അത് അന്വേഷിക്കണം സതീശ. എന്റെ ഊഹം ശരിയാണെങ്കിൽ
ഇതിന്റെ എല്ലാം പിന്നിൽ അവനാണ്, ശിവദാസ്. അവൻ അങ്ങ് പൊക്കേറ് സാറേ. അത് പെട്ടെന്നൊന്നും നടക്കില്ല സതീശ. അവന് ചുറ്റും ആളുകളുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായ ആളുകൾ. ഇപ്പം രക്ഷകനായിട്ട് നന്ദിതയ്ക്ക് ചുറ്റും അവൻ കറങ്ങുന്നതിന് എന്തോ കാരണമുണ്ട്, ലക്ഷ്യമുണ്ട്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണുന്നുണ്ടോ സാമുൽ ഡോക്ടറെ? ഐ മീൻ, കാൽപാദം രക്ഷിച്ചെടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗം. അതാണല്ലോ പരമപ്രധാനം. ഒരിക്കൽ നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. 100% ഡോക്ടർ സാമുവലിൽ പ്രതീക്ഷ അർപ്പിച്ച ഞങ്ങളൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരണമെന്ന് പറഞ്ഞു. ശിവദാസ്, ഇത്തരം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഒരു ഡോക്ടറെയും 100% വിശ്വസിക്കരുത്. ഞാൻ പറഞ്ഞത് ഡോക്ടർ ഒന്നും ചെയ്യില്ല എന്നല്ല, ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യും. പക്ഷേ എല്ലാത്തിനുമുണ്ടൊരു ലിമിറ്റ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കൈവിട്ടു പോകും. ഞാനും അത് പറഞ്ഞു. ആസിഡ് വീണ് പൊള്ളിയതാണ്. അതും ഫസ്റ്റ് സ്റ്റേജും സെക്കൻഡ് സ്റ്റേജും കഴിഞ്ഞു. അതെ, ഏത് ഡോക്ടർക്കും ചെയ്യാവുന്നതിനൊരു പരിധിയുണ്ട്. അത് കഴിഞ്ഞുള്ളത് ദൈവത്തിൽ കൂടി മനസ്സർപ്പിച്ച ഒരു പരീക്ഷണമാണ്. നമുക്കത് ചെയ്യാം. ഡോക്ടർ എന്ത് വേണമെങ്കിലും ചെയ്യാം. കുട്ടിയെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ശിവദാസ്? നിങ്ങളുടെ കയ്യിലല്ല ഈ രക്ഷപ്പെടുത്തലിരിക്കുന്നത്, തികച്ചും ദൈവത്തിന്റെ കൈകളിലാണ്. ഞാൻ സർജറി ചെയ്യുമ്പോഴും വിശ്വസിക്കുന്നത് അങ്ങനെയാ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, ആസിഡ് വീടാണ് പൊള്ളിയിരിക്കുന്നത്. പ്രത്യേകിച്ചും പൊള്ളലിന്റെ 3rd സ്റ്റേജ് ബോൺസിനെയും മസിൽസിനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഡോക്ടർ മാത്യൂസ് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഇൻഫെക്ഷൻ ആയാൽ നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയില്ല. കാൽപാദത്തിൽ നിന്നും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ശരീരം മുഴുവനായി ബാധിക്കും. അത് രോഗിയുടെ മരണത്തിലേക്ക് വരെ കൊണ്ടെത്തിക്കാം. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ്. അതുകൊണ്ട് ഒന്നുകിൽ മാത്യൂസ് ഡോക്ടർ പറഞ്ഞതുപോലെ കാൽപാദം ആംപ്യൂട്ട് ചെയ്യുക. ഞാൻ പറയുന്നത് ശിവദാസന് മനസ്സിലാവുന്നുണ്ടല്ലോ? യെസ് ഡോക്ടർ. പക്ഷേ അത് ഒഴിവാക്കാൻ എന്ത് മാർഗമെന്ന് ആലോചിച്ചത്. അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത്. മാത്യൂസ്, ഇവിടെ ദൈവാനുഗ്രഹങ്ങൾക്കും അത്ഭുതങ്ങൾക്കുമാണ് പ്രാധാന്യം. പിന്നെ നമ്മുടെയൊക്കെ കൈകൾക്കും ലാസ്റ്റ് അറ്റംപ്റ്റ് അത് നമുക്ക് നടത്തണം. എ മേജർ സർജറി, അത് നമുക്ക് പരീക്ഷിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ മാത്രം. അതാണ് നിർബന്ധം. സമ്മതമാണ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, 100% പ്രതീക്ഷയുണ്ട് എനിക്ക്. അങ്ങനെ പ്രതീക്ഷിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞാലും വി വിൽ കീപ് അവർ ഹോപ്പ്. നീ വിഷമിക്കാതെ. പുതിയ ഡോക്ടറെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ശിവദാസ്. അപ്പൊ പിന്നെ എല്ലാം ശരിയാവുമെന്ന് പ്രതീക്ഷിക്കുന്നതല്ലേ നല്ലത്? പ്രതീക്ഷയുണ്ടച്ച. ആ പ്രതീക്ഷയിലാണ് ഞാൻ ജീവിക്കുന്നത് തന്നെ. പക്ഷെ എന്തോ സംഭവിക്കുന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. അതാ എന്നെ തളർത്തുന്നതും. എന്താ എനിക്കിങ്ങനെ? ജീവിതത്തിൽ ദുരിതങ്ങൾ മാത്രമാ. എന്തൊരു പരീക്ഷണോ ഇത്? ഭാഗ്യേട്ടന്റെ മരണം, ഈ താലി, ഇപ്പൊ എന്റെ കുഞ്ഞിന്റെ അവസ്ഥ. എനിക്ക് വയ്യച്ച. എന്റെ ഈ ജന്മം ഒന്ന് ജീവിച്ചു തീർക്കാൻ ഇനി ഞാൻ എന്തൊക്കെ ദുരിതങ്ങൾ അനുഭവിക്കണം? ഓരോ കാലത്തും ഓരോന്ന് സംഭവിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് മോളെ. അതുപോലെ എല്ലാം സംഭവിക്കും. അതിനെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ഈശ്വര നിശ്ചയമല്ലേ. അതിനെ ഫേസ് ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ മോളെ. അതെ, ഫേസ് ചെയ്യണം. എന്നാലും ഇവിടെ ഞാൻ പതറിപ്പോന്നച്ച. മനസ്സിലെ എല്ലാ ധൈര്യവും ചോർന്നു പോകുന്നു. മനസ്സിലെ ധൈര്യം ചോർന്നു പോകുമ്പോ
ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയുന്നത് നല്ലതാ മോളെ. അത് മനസ്സിന് ആശ്വാസവും. ഇതെല്ലാം വിധിയാണെന്ന് കരുതി സമാധാനിക്കാം. വരാനുള്ളത് ആർക്കും തടഞ്ഞു നിർത്താൻ കഴിയില്ലല്ലോ. ദുരന്തങ്ങളെ സധൈര്യം നേരിടുക, അല്ലാതെ വിഷമിച്ച് നിന്നിട്ട് കാര്യമുണ്ടോ? എല്ലാം ശരിയാവും. ദേ, അവനൊന്നും സംഭവിക്കില്ല. അവൻ പഴയതുപോലെ തുള്ളിച്ചാടി നടക്കും നമ്മുടെ മുന്നിലൂടെ. മോളിയല്ലേ? പലപ്പോഴും എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്താണെന്നാ എന്റെ വിശ്വാസം. അത് തെറ്റാണോ? അല്ല, എനിക്ക് നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തോണ്ട് ചോദിച്ചു പോയതാ. എന്നെ മനസ്സിലാക്കാൻ നീ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നതാ കുറച്ചും കൂടി നല്ലത്. ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കും തോറും നീ പിടിതരാതെ തെന്നി മാറുന്നതുപോലെ തോന്നും. നോക്ക്, എന്ത് കാര്യവും നീ മുഴുവനായിട്ട് പറയാറില്ല, പകുതിക്ക് വെച്ച് നിർത്തും. ഞാനാണെങ്കിൽ എല്ലാം ആത്മാർത്ഥമായിട്ട് പറയുകയും ചെയ്യും. എനിക്ക് തോന്നുന്നത് പലതും നീ മനസ്സിൽ ഒളിപ്പിച്ച് വെക്കുന്നു. അത് ശരിയല്ലേ? അത് ശരിയല്ല അഞ്ജിതേ. ഞാനൊന്നും എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കാറില്ല. ഓരോ കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോ കൃത്യമായ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവാറില്ല. അങ്ങോട്ട് ഇറങ്ങി അങ്ങ് ചെല്ലും. അപ്പൊ തോന്നുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യും. തോറ്റാലും ജയിച്ചാലും മനസ്സ് മടുക്കാതെ ചെയ്തോണ്ടേയിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങളുമായിട്ട് വ്യക്തമായ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ പോകുന്നത്. നീ ചോദിച്ച പോലെ തന്നെ എന്റെ അച്ഛനും ചോദിക്കാറുണ്ട്, എന്താണ് നിന്റെ മനസ്സിലെന്ന്. അതിനുള്ള ഉത്തരം ഇത് തന്നെ അഞ്ജിതേ. അതുപോട്ടെ, ഇപ്പൊ ഇത് ചോദിക്കാൻ എന്താ കാരണം? കാരണമൊന്നുമില്ല, നീയൊന്നും തുറന്നു പറയുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അതുകൊണ്ട് ചോദിച്ചതാ. ഏയ്, നീ ഇപ്പൊ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടെന്നേ. എന്റെ കൂടെ നിൽക്കുന്നത് വരെ ഞാൻ എന്നും നിന്നെ എന്റെ കൂടെ തന്നെ നിർത്തും. നിനക്ക് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ മുന്നിൽ തന്നെ ഉണ്ടാവും, മറിച്ചാകുന്ന ദിവസം വരെ. അല്ല, വേറെന്തോ ചോദിക്കാനാണ് നീ ഈ മുഖവരയോടെ സംസാരിച്ചു തുടങ്ങിയത്. പറയടോ, എന്താ നിനക്ക് എന്നോട് ചോദിക്കാനുള്ളത്? ഉണ്ട്, ചോദിക്കാനുണ്ട്. ഞാൻ തുറന്നു ചോദിച്ചോട്ടെ? ചോദിക്കേ. ശരി, അത് ഈ ശരണ്യയുടെ അനിയൻ അപകടം സംഭവിച്ചതില് നിനക്ക് പങ്കില്ലേ? നീ ചോദിച്ചതുകൊണ്ട് പറയാം, പങ്കില്ലേന്നല്ലേ നീ ചോദിച്ചത്. പങ്കുണ്ട്. നേരിട്ടല്ല, ഞാൻ ചെയ്യിപ്പിച്ചതാ. ആ ചെറുക്കനോട് എനിക്ക് ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. ശരണ്യോടുള്ള ദേഷ്യം അത് അവളുടെ അമ്മയിലേക്കും അവരെ സഹായിക്കുന്ന ശിവദാസിലേക്കും അത് അങ്ങനെ അങ്ങ് നീണ്ടുപോയതാ. പാവം ചെറുക്കൻ, വല്ലാത്ത ട്രാജഡി ആയിപ്പോയി അവന്റെ ജീവിതം. എന്റെ സ്വഭാവം ഇതാണ് അഞ്ജിതേ. ആരോടെങ്കിലും ദേഷ്യം തോന്നിയാ അവരെയും അവരെ സഹായിക്കുന്നവരെയും നശിപ്പിക്കണം. എന്നാ നന്ദനെ ഞാനൊന്നും ചെയ്യില്ല കേട്ടോ അഞ്ജിതേ. ഒരു തരത്തിലും നന്ദനെ ഞാൻ ദ്രോഹിക്കില്ല. എനിക്ക് വേണ്ടത് ശരണ്യ. അവിടെ സ്വയം നന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോണം. അതിനു വേണ്ടി ഞാൻ എന്ത് കളിയും കളിക്കും. ഇനി സ്വയം അവളെ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ അവള് മരിക്കണം. ആ കളിയും ഞാൻ കളിക്കും. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം?
സംഭവിച്ചു പോയില്ലേ? അതെ, സംഭവിച്ചു പോയി. വളരെ നിസ്സാരമായിട്ട് പറയാതെ. നന്ദ, ജീവിതത്തിൽ എന്ത് ദുരന്തം ഉണ്ടായാലും പുറത്ത് നിൽക്കുന്നവര് നിസ്സാരമായിട്ട് പറയുന്ന ഒരു വാക്ക് സംഭവിച്ചു പോയിന്ന്. അപ്പൊ ഞാൻ പുറത്തു നിൽക്കുന്ന ആളാണോ? അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. എന്റെ ഈ അവസ്ഥയില് ഒന്നെന്നെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ എന്റെ സങ്കടം കണ്ണുനീരായിട്ട് ഒഴുക്കിക്കളയാമായിരുന്നു. അങ്ങനൊന്ന് ആഗ്രഹിച്ചു പോയി ഞാൻ. നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനിടയിൽ ചുട്ടുപൊള്ളുന്നൊരു മനസ്സുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. ചുറ്റുപാടുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുമ്പോൾ ചരണി, നീ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ വിഷമം ഞാൻ അനുഭവിക്കുന്നത്. നിന്റെ അമ്മയുടെ കല്യാണം ഇപ്പൊ എല്ലാവരുടെയും കെട്ടുകാഴ്ച. എല്ലാരും എന്റെ കൺമുന്നിൽ കിടന്ന് ആഘോഷിക്കുന്നത്. അതിന് നീ തെറ്റുകാരിയാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ ഷോക്ക് വളരെ വലുതാണ് ശരണ്യ. അതിനിടയിൽ നിന്റെ അനുജന് പറ്റിയ ദുരന്തവും. അതിലറിഞ്ഞോ അറിയാതെയോ നിന്റെ അമ്മയുടെ പേരും വലിച്ചഴിക്കുന്നുണ്ട്. അമ്മ എന്ത് തെറ്റിയതിട്ടാ? അവനെ വളർത്തി വലുതാക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ടമ്മ. അമ്മയുടെ സ്വപ്നമായിരുന്നു. ആയിരിക്കാം, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവന്റെ മനസ്സ് പതറാൻ കാരണം അമ്മയുടെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു നടക്കുന്നത് വേറെ ആരുമല്ല, തന്റെ അനിയത്തിയ. അതിനെന്ത് മറുപടി പറയും? നീ നിന്റെ പ്രയാസം പറഞ്ഞു, ഞാൻ എന്റെ പ്രയാസവും പറഞ്ഞു. ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടിക്കെട്ടാം. ഇതെല്ലാം മാറും, എല്ലാ നാണക്കേടും മാറും. ഒപ്പം നിന്റെ അനിയനും സുഖവും. എല്ലാം നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ഞാൻ ഒരിക്കലും നിന്നെ അവഗണിച്ചിട്ടില്ല, അങ്ങനെ വിചാരിക്കണ്ട. എനിക്കറിയില്ല നന്ദ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓട്ടെ, എല്ലാം നല്ലതായിട്ട് വരുമെന്ന് സമാധാനിക്കാം. എല്ലാം ശരിയാവും. ഞാൻ നന്ദിതയെ വിളിച്ചിരുന്നു. മകന്റെ ഓപ്പറേഷൻ സക്സസ് ആണ്. ആരും വിചാരിച്ചതല്ല, ഒരു മിറാക്കിൾ സംഭവിച്ചു. സംഭവിച്ചത് മിറക്കിൾ ആയിരിക്കാം, ഐ അഡ്മിറ്റ്. പക്ഷേ ആ അത്ഭുതം ഉണ്ടാവാൻ ഇടവരുത്തിയത് ശിവദാസ. ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ച കാര്യങ്ങൾ അറിയുന്നുണ്ട് പ്രിൻസ്. ഒരു സ്പെഷ്യലിസ്റ്റിനെ വിളിച്ചു വരുത്തി കുട്ടിയെ ചികിത്സിപ്പിച്ചത് ശിവദാസാണ്. പ്രിൻസേ, നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ മുകളിൽ പിടിപാടും കരുത്തും ഉണ്ട് അയാൾക്ക്. അതിപ്പോ പോലീസിന്റെ ഇടയിലായാലും ഡോക്ടേഴ്സിന്റെ ഇടയിലായാലും. എന്നുവച്ചാ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഏതെല്ലാം തരത്തിൽ നന്ദിതയെ തോൽപ്പിക്കാൻ ശ്രമിച്ചാലും, ഏത് വിധേനയും നമ്മുടെ കാൽ കീഴിൽ കൊണ്ടുവരണോന്ന് വിചാരിച്ചാലും നടക്കാത്തത് ആ ശിവദാസ് ഒറ്റൊരാള് കാരണം. ഒരു ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുക ശിവദാസ്. നട്ടെല്ലിന്റെ ഉറപ്പിൽ. പ്രിൻസ് ഒന്നും അതിന്റെ 7 അയലത്ത് വരില്ല. ദിയ ഇപ്പൊ പറഞ്ഞത് ഒരുതരം താഴ്ത്തിക്കെട്ടല. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ആലോചിക്കണം. ഇവിടെ ഞാൻ ചങ്കുറ്റവും നട്ടലിന്റെ ഉറപ്പും കാണിച്ചിട്ട് യാതൊരു കാര്യമില്ല. ബുദ്ധി കൊണ്ട് മാത്രം പ്രവർത്തിക്കണം. എന്നെ പോലെ ഒരാൾക്കല്ലാതെ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് നന്ദിതയുടെ പ്രീതി സമ്പാദിച്ചെടുക്കാൻ പറ്റുമോ? എന്നെ ഇപ്പോഴും ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ് നന്ദിത. ഇതിനിടയിൽ ദിയെ അറിയാത്ത എത്രയോ പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തെന്നറിയാമോ? ചങ്കുറപ്പോണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. ചാണ്ടിച്ചന്റെ ദുരൂഹമായ മരണം പെട്ടെന്ന് തന്നെ പിടിച്ചൊലച്ചിരുന്നു. പിന്നീട് ദിയെ ആലോചിക്കണം. ബോഡി പോലും കണ്ടു കിട്ടിയില്ല. ഒപ്പം ഒരുത്തന്നെ അനോണിമസ് കോള്, കാലനാണ് കയറാണെന്നൊക്കെ പറഞ്ഞ ഭീഷണിയുടെ സ്വരവും. ഇതൊക്കെ അവഗണിച്ച ഞാൻ ദിയയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഇതൊക്കെ എനിക്ക് അറിയാം ഫ്രണ്ട്സ്. ആരും പരസ്പരം പറഞ്ഞില്ലെന്നേ ഉള്ളൂ.
ഈ അജ്ഞാതൻ ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അയാള് ടാർഗറ്റ് ചെയ്യുന്നത് എന്നെയാണ്. എന്റെ അച്ഛനെയാണ് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയത്, ടോർച്ചർ ചെയ്തത്. അല്ലെങ്കിൽ ഇതാ പുറത്ത് കാത്തിരിപ്പുണ്ട്. ഇവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മയ്ക്ക് അയാളുടെ കൂടെ പോയി താമസിക്കാമല്ലോ. ചേച്ചി എന്തിനാ ഇങ്ങനെയൊക്കെ അമ്മയോട് പറയുന്നേ? വെറുതെ സങ്കടപ്പെടുത്താൻ. ഞാനല്ല മോനെ അമ്മയെ വെറുതെ സങ്കടപ്പെടുത്തുന്നത്. അമ്മ നമ്മളെയൊക്കെയാ. ചെല്ല്, കാത്തിരിക്കോ. എന്നാ പിന്നെ നന്ദിത യാത്രയില്ല. പിന്നെ മോന്റെ കാല് അനങ്ങാതെ 2-3 ദിവസം നോക്കണം. ഡോക്ടർ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. മോന്റെ കാര്യങ്ങളിൽ ഒരു കുറവും വരില്ല. അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, അവരാണ് കൂട്ടുകാര്. അച്ഛൻ നോക്കിക്കോളും. അത് പിന്നെ പ്രത്യേകം പറയണോ? എനിക്ക് അവൻ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നന്ദി പറയരുതെന്ന് സാറ് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതുപോലെ എന്നെ സഹായിച്ച മറ്റൊരാളില്ല. ഇനിയിപ്പോ ഉണ്ടാവൂന്നും സംശയമാണ്. അത്രയ്ക്ക് കടപ്പെട്ടിരിക്കുക. ഞാൻ മാത്രല്ല, ഈ കുടുംബം മുഴുവനും. ഏയ്, ഞാനൊരു കാരണമായി, അങ്ങനെ വിചാരിച്ചാ മതി. മോളെ പോവാം. നിക്കച്ചാ, ഞാൻ അലോകേട്ടനോട് പോവാന്ന് പറഞ്ഞിട്ട് വരാമേ. ഏട്ടാ, ഞാനും അച്ഛനും പോവാട്ടോ. ഒരു സ്ഥലത്തും പോവട്ടെ എന്ന് പറയായിരുന്നെന്ന് അമ്മ എപ്പോഴും പറയും. പോയിട്ട് വരാന്ന് പറ. പോയിട്ട് വരാം കേട്ടോ. എപ്പോ വരും? എനിക്ക് തന്നെ വരെ അറിയില്ലല്ലോ. അപ്പൊ അച്ഛൻ കൂട്ടിക്കൊണ്ടുവരപ്പ ഞാൻ വരും. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ. കാല് വയ്യാതെ ഞാൻ എങ്ങനെ വരും? അല്ലെങ്കിൽ വന്നേനെ. കാല് സുഖാവല്ലോ, അപ്പ വരാലോ. അപ്പൊ എന്തായാലും ഞാൻ വരും. കുറച്ചു ദിവസം അനങ്ങാതിരിക്കണം നിളക്കുട്ടി. അനങ്ങിയാലേ കാല് പിന്നെയും വേദനയാവും. സൂക്ഷിക്കണമെന്ന് പറഞ്ഞു ഡോക്ടർ. ആ, സൂക്ഷിക്കണം. അച്ഛൻ പറഞ്ഞല്ലോ ഏട്ടന് പെട്ടെന്ന് സുഖാവുന്ന്. സുഖമൊക്കെ ആവും. കുറച്ചു ദിവസം ഇങ്ങനെ കിടക്കണമെന്ന് മാത്രം. എന്നാ ഞാൻ പോട്ടെ ഏട്ടാ. ഞാൻ പറഞ്ഞു പോയിട്ട് വരാന്ന് പറയണോന്ന്. ശരി, പോയിട്ട് വരാട്ടാ. നിളക്കുട്ടി. ഒന്നിനു പിറകെ ഒന്നായിട്ട് ഓരോരോ പ്രശ്നങ്ങളാ ശിവദാസ്. ഏതോ ഒരു കമ്പനിയുമായിട്ട് കരാർ ഒപ്പിടാൻ തീരുമാനിച്ചതും ശിവദാസ് അതിനെല്ലാം റെഡിയാക്കിയെന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. വല്ലാത്തൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ നടന്നത്. നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നന്ദതോടും ഞാനത് പറഞ്ഞു. ശത്രുക്കൾ ഒരുക്കിയ കെണിയിൽ ഒരിക്കൽ വീണതാ. എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ ആ കെണിയിൽ കിടക്കാൻ പറ്റുമോ? നമ്മൾ എന്താണെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഞാനും അങ്ങനെ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ശിവദാസ്, നന്ദിത ഒരു പെണ്ണല്ലേ. അവൾ ഈ സമൂഹത്തിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിടിച്ചു നിന്നു. പക്ഷേ വീടിനകത്തു നിന്നും കുറ്റപ്പെടുത്തലുകളല്ലേ. എനിക്കവളെ മനസ്സിലാവും. ഭാഗ്യനാഥൻ താലി കെട്ടി കൊണ്ടുവന്ന കാലം മുതൽ എനിക്കവളെ അറിയാം. തെറ്റ് ചെയ്യില്ല, തെറ്റ് ചെയ്യാൻ കഴിയില്ല അവൾക്ക്. ഒരാളെങ്കിലും നന്ദിതയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. അതുപോലെ തന്നെ എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ കുടുംബത്തോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. സഹായിക്കാൻ ശ്രമിച്ചു ഒരുപാട്. അപ്പോഴാ ശത്രുക്കളൊക്കെ ഉണ്ടായത്. ഇപ്പോഴും ഇവിടെ കുട്ടികളെ വിളിക്കുന്ന പോലെ ഞാനും മുത്തശ്ശാന്നല്ലേ വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്നറിയോ? എനിക്ക് അങ്ങനെയൊക്കെ ജീവിക്കാൻ ഇഷ്ടം. എനിക്ക് മനസ്സിലാവും ശിവദാസ്. തന്റെയും നന്ദിതയുടെയും മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോ അതിനാരെയും പേടിക്കണ്ടെന്ന്. പിന്നെ എന്ത് കാര്യത്തിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ആ ഒരു ധൈര്യം കൊടുക്കാനേ എനിക്ക് കഴിയും. എത്ര വർഷങ്ങളായി നന്ദിത ഈ കുടുംബത്തിന് വേണ്ടി ഓടി നടക്കുന്നു. ഒന്ന് രക്ഷപ്പെട്ട് കണ്ടിട്ട് കണ്ണടച്ചാ മതിയായിരുന്നു എനിക്ക്. കഴിഞ്ഞു പോയത് പോട്ടെ മുത്തച്ഛ. ഇനി വരുന്ന നാളുകളെ കുറിച്ച് ചിന്തിക്കാം. ആ കമ്പനിയുമായിട്ടുള്ള എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പറ്റിയില്ലെന്നേ ഉള്ളൂ. ഞാനത് വീണ്ടും ട്രൈ ചെയ്യുന്നുണ്ട്. ടാലന്റ് നമ്മുടെ കയ്യിലുണ്ട്, അതാണ് പ്രധാനം. നന്ദിത ചെയ്യുന്ന ഡിസൈനുകളെല്ലാം കമ്പനിയിൽ ചർച്ചാ വിഷയമായിട്ടുമുണ്ട്.
ഒരിക്കൽ കൂടി അവർ വന്നാല് അത്ഭുതപ്പെടാനൊന്നുമില്ല. നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കുടുംബമെന്ന് പറയാനൊന്നുമില്ല എന്റെ മോളല്ലാതെ. അതുകൊണ്ട് ഇതും എന്റെ കുടുംബമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത്. കുടുംബമായിട്ട് കരുതുന്നതൊക്കെ നല്ലതാ. വലിയ ബിസിനസ്സുകൾ അമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും നല്ലതാ. പക്ഷെ കച്ചവടം കുടുംബം പറഞ്ഞ് എപ്പോഴും ഇങ്ങോട്ട് കയറി വരരുത്. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഇവിടെ വേറെ ആൾക്കാരില്ലേ? മുത്തശ്ശ, ആരുണ്ടെങ്കിലും ഇതെന്റെ അമ്മയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാ. അമ്മയെ താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചോണ്ട് പോവാം, അവിടെ കൊണ്ടുപോയി താമസിപ്പിക്കാം. ഇവിടെ വന്നുള്ള കാഴ്ച അത് വേണ്ടെന്നാ പറഞ്ഞത്. മോളെ, അഹങ്കാരത്തോടെ നീ എന്നോട് പലവട്ടം സംസാരിച്ചിട്ടുണ്ട്. വളരെ അപൂർവമായിട്ടേ താക്കീതിന സ്വരത്തിൽ ഞാൻ നിന്നോട് തിരിച്ചു പറഞ്ഞിട്ടുള്ളൂ. നീ ഇപ്പോ താലികെട്ടിന്റെ അധികാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ആ അധികാരം ഉപയോഗിക്കാൻ അറിയാഞ്ഞിട്ടല്ല. വിളിച്ചോണ്ട് പോകണം, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കണമെന്ന് പറഞ്ഞാല് ദാ പുല്ല് പോലെ നിമിഷ നേരം കൊണ്ട് ശിവദാസ് അത് ചെയ്യും. ആയുഷ്കാലം ഞാൻ വീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്യും. പക്ഷേ നിന്റെ അമ്മയുടെ മനസ്സിന്റെ നേര്, അതിന്റെ മുമ്പില് എനിക്ക് അങ്ങനെ ഒരു അധികാരം എടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ? ചുറ്റും വളഞ്ഞു നിൽക്കുന്ന ആളുകളുടെ ഇടയിൽ ഗതികെട്ട് കെട്ടിയതാ താലി. അല്ലാതെ അന്തത് ഒരിക്കലും താലി കിട്ടാൻ തലകുലിച്ച് തന്നിട്ടുമില്ല. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ വിചാരിച്ചിട്ടുമില്ല. എനിക്കതൊന്നും അറിയില്ല. ബന്ധവും വിശേഷവും പറഞ്ഞ് ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വരരുത്. നിർത്തിക്കേ. മുത്തശ്ശ, ഞാൻ അനുവാദം കൂടാതെ സംസാരിക്കുക. മുതിർന്നവരുടെ മുമ്പിൽ വെച്ച് ഞാനിതുവരെ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. നിന്നെക്കാളേ ഒരുപാട് ഓണം ഉണ്ടിട്ടുള്ളതാ ഞാന്. ഇതുപോലെ ഇഷ്ടംപോലെ പിള്ളേരെ കണ്ടിട്ടുമുണ്ട്. സംസ്കാരം, ആ വാക്കിന് ഒരുപാട് അർത്ഥം കൊടുത്തിട്ടുള്ള ഒരാളാണ് ഈ ശിവദാസ്. എനിക്കൊരു പെൺകുട്ടിയാ ഉള്ളത്. അവള് എന്നെ കണ്ട് വളരണം, പഠിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇങ്ങനെയോ? അതെ, ഇങ്ങനെ തന്നെയാ. വെറുതെ എന്നെ വാശി പിടിപ്പിക്കാനാണ് നീ ശ്രമിക്കുന്നെങ്കിൽ ആ വാശിക്ക് നിന്ന് നേരം ഞാനും തയ്യാറാ. ഇപ്പോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? അതുകൊണ്ട് ഭരിക്കരുത്, ഭരിക്കാൻ വരരുത്. അതിനൊക്കെ ആളൊന്നും അല്ല കൊച്ചേ നീയെ. ഈ കൊഞ്ചു ചാടുന്ന പോലെ ചാടുമ്പോ ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്ന അതുകൊണ്ടാ. ഇപ്പൊ ചാടി ചാട്ടം കൊള്ളാം, അത് ചട്ടിയിലേക്ക് ആവരുത്. ആ പിന്നെ ഒരു കാര്യം കൂടെ കേട്ടോണം. എനിക്ക് വരണമെന്ന് തോന്നുമ്പോ ഞാൻ ഈ വീട്ടിലേക്ക് വരും. അത് തടയാൻ അവകാശമുള്ളതേ ഈ നിൽക്കുന്ന മനുഷ്യന് മാത്രമാണ്. വരണ്ടെന്നൊരു വാക്ക് പറഞ്ഞാൽ അന്ന് നിർത്തും ഇങ്ങോട്ടുള്ള വരവ്. അല്ലാതെ നിന്റെ അമ്മയെ കാണാനും സ്നേഹിക്കാനും ഒന്നുമല്ല ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അങ്ങനെ പെരുമാറിയിട്ടുമില്ല. മേലാൽ എന്റെ മുഖത്ത് നോക്കി ആവശ്യമില്ലാത്ത ധിക്കാരം കാണിച്ചാൽ നിന്റെ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകില്ല, ഇവിടെ വന്ന് താമസിക്കും ഞാൻ. കാണോ? എന്നെപ്പറ്റി നിനക്ക് ശരിക്കറിയില്ല. അറിഞ്ഞിരുന്നെങ്കിലേ എന്റെ മുഖത്ത് നോക്കി അധികാരത്തോടെ നീ ഒന്നും മൂളില്ല. കളിക്കുന്നു എന്റെ അടുത്ത്. കുറെ കാലമായല്ലോ. കൊച്ചുകുട്ടിയാണ്, വിവരം വെച്ച് വരുന്നേ ഉള്ളൂ. അങ്ങനെയൊക്കെ വിചാരിച്ചു പോയതാ തെറ്റ്. നിങ്ങളെന്തെന്നെ പേടിപ്പിക്കണം? അതേന്നെ. പല തെറ്റിൽ നിന്നും നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതും പല അപകടങ്ങളിൽ നിന്ന് രക്ഷിച്ചതും അധികാരത്തോടെ ഇതേപോലെ സംസാരിക്കാൻ വേണ്ടി തന്നെയാ. മേലിൽ മര്യാദയ്ക്കല്ലാതെ എന്നോട് സംസാരിക്കാൻ വരരുത്. ഇനി ഇവിടെ നിന്ന് താളം ചവിട്ടാതെ കേറി പോകത്ത്. പോവാൻ പറഞ്ഞതനുസരിക്കുന്നതാ നല്ലത്. കേറി പോകത്ത്. ക്ഷമിക്കണം. ഞാൻ ഒരിക്കലും ആരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടില്ല. ശബ്ദം ഉയർത്തിയിട്ടുമില്ല. അവള് കുട്ടിയാ, എന്നാലും പല ആവർത്തിയായില്ലേ. ക്ഷമ കെട്ടിട്ട ഒന്നും തോന്നല്ലേ. ശിവദാസ് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. തെറ്റില്ല എന്നല്ല, ശരിയുമാണ്. പോയിട്ട് വാ. വരണമെന്ന് തോന്നുമ്പോഴൊക്കെ വരൂ. അങ്ങനെ അനാവശ്യമായിട്ട് ഞാൻ വരില്ല മുത്തശ്ശ. അങ്ങനെ ഒരിടത്തും പോകുന്ന ആളല്ല ഞാൻ. ഇപ്പൊ തന്നെ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടായില്ലേ, അത് മനസ്സിൽ ഇങ്ങനെ തന്നെ കിടക്കും. ഒരാളോട് നമ്മൾ വഴക്കായിട്ട് പറഞ്ഞാൽ അവർക്ക് വേദനിക്കുന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നമുക്കായിരിക്കും. നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. ശരി, പോയിട്ട് വാ. എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് വലിയ സങ്കടാവും ഏട്ടാ. അതെന്തിനാ? എനിക്ക് അങ്ങനെ ഏട്ടാ
ആരോടെങ്കിലും വലിയ ഇഷ്ടം തോന്നിയാ എപ്പോഴും കാണണമെന്ന് തോന്നും. അമ്മേന്റെയും അങ്ങനെ. വീട്ടിൽ ചെന്ന് ഇരിക്കുമ്പോ തന്നെ അമ്മേന്റെ ഓർമ്മ വരും. അപ്പൊ തന്നെ കാണണമെന്ന് തോന്നും.